നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 538 538. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 538. കഴിഞ്ഞ എപ്പിസോഡിൽ 29-ാം സർഗം ഭഗവാന്റെ ലീലാകാന്ഡത്തിൽ ശ്രീകൃഷ്ണ ലീലകൾ 4-ാം ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. അവസാനത്തെ ശ്ലോകം മഹർഷി ചൊന്നാൻ മണിവർണ്ണനാം ഈ കുഞ്ഞിൻ്റെ സംപ്രീതി ലഭിക്കിലാരും ചെയ്യേണ്ട മറ്റൊന്നിനി മഞ്ഞിലായത് ഉൾപ്പോവിലോർത്തോർത്തു കൃതാർത്ഥനാം ഞാൻ. ഗർഗമുനി എന്താ പറഞ്ഞത്? ഈ കുട്ടിയുടെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അതിനേക്കാൾ മീതെ ഈ ലോകത്തിലൊന്നും ചെയ്യാനില്ല, നേടാനില്ല. ഞാൻ അത് ദിവസേന ഓർത്തോർത്ത് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി പൈക്കറവ്, ഗോകുലത്തിലെ പൈക്കറവും ആഭരണ ദർശനവും എന്താ അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഭാഗവതത്തിലത്തെ സെയിം ഹെഡിങ് അല്ല ഇവിടെ അധ്യായത്തിന് പകരം സർഗം എന്നാണ്. അത് എത്രയോ സർഗം കൂടും ഭാഗവതത്തിനേക്കാൾ. ഭാഗവതത്തിലെ ഒരു 300 ചില്ലാൻ അധ്യായങ്ങളേ ഉള്ളൂ എല്ലാം കൂടിയിട്ട്, മനസ്സിലായില്ല. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ എന്താ പറഞ്ഞത്? കാലത്ത് കാർവർണ്ണനുണർന്നെണീറ്റു കാൽകൈ മുഖം ശുദ്ധി വരുത്തി വേഗം തേടിപ്പിടിച്ചമ്പൊടു പട്ടുകോണം മുടുത്തു നിന്നേറെ വിളങ്ങി മിന്നി. ലീലാകാന്ഡത്തിലെ 84-ാമത്തെ വാക്കാണ് മിന്നി എന്ന് റിപ്പീറ്റ് ആവുന്നത്. മിന്നി മിന്നി മിന്നി. എന്തൊക്കെ ചെയ്തത് അദ്ദേഹം? വളരെ നമ്മൾ ഈ ആൺകുട്ടികളായിട്ട് പെരുമാറുമ്പോൾ ഒരു 10-50 വർഷം മുമ്പത്തെ സ്ഥിതി ഇതുമായിട്ട് ചേരും. എങ്ങനെ? കാലത്ത് കാർവർണ്ണനുണർന്നെണീറ്റ് കാൽ കൈമുഖം ശുദ്ധി വരുത്തി വേഗം തേടിപ്പിടിച്ചമ്പൊടു പട്ടുകോണം. അതായത് കുട്ടികൾക്കൊക്കെ, ആൺകുട്ടികളെ സംബന്ധിച്ചത് അത്രയേ ഉള്ളൂ. ഉറക്കം ഉണങ്ങിയിട്ടാൽ കൈകാല ശുദ്ധിയൊക്കെ വരുത്തിയാൽ പിന്നെ കോണകം തേടി നടക്കണം, അല്ലെങ്കിൽ ജട്ടി നേടി നടക്കണം. ആ ഒരവസ്ഥ ബാലലീലയിൽ പെടുതൊക്കെ. തേടിപ്പിടിച്ച് അമ്പൊടു പട്ടുകോണം മുടുത്ത് നിന്നേറെ വിളങ്ങി മിന്നി. അലിഞ്ഞു ചെന്നമ്മയടുത്തുടൻ പൊൻകിടാവിനെ തന്മടിയിൽ കരേറ്റി മുഖത്തു കാട്ടും പനനീരിളം കൈ മുകർന്നുകൊണ്ടേ മുലയേകി മെല്ലെ. പണ്ടൊക്കെ 4-5 വയസ്സ് വരെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കും അമ്മമാർ. അപ്പോൾ മുലപ്പാൽ കുടിച്ച കുട്ടികൾക്ക് ആരോഗ്യം സ്ട്രോങ് ആവും. കാരണം ഈ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ നല്ല അമൃതമാണ് മുലപ്പാൽ കുട്ടികൾക്ക്. അപ്പോൾ അലിഞ്ഞു ചെന്ന അമ്മ അവിടെ കൂടെ നിന്ന് തിരക്കുകയാണ് ഭഗവാൻ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക്, യശോദമ്മയ്ക്ക് എടുത്ത് മടിയിൽ വെക്കാണ്ടിരിക്കാൻ പറ്റില്ല. എടുത്ത് അപ്പോൾ അലിഞ്ഞു ചെന്ന അമ്മ എടുത്തുടൻ പൊൻകിടാവിനെ തന്നെ. ഇതാരാ? ഒരു പൊന്നും കട്ടയെന്നാ. ആദ്യം പറഞ്ഞു കാർമേഘവർണ്ണനാണ്, ഇപ്പോൾ പറഞ്ഞു പൊന്നിൻ കട്ടയാണ്. അവിടെയാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയും. ഓരോ അമ്മമാർക്കും അവരവരുടെ കുട്ടികളെ അത് ബുദ്ധിയുണ്ടോ അംഗവൈകല്യമുണ്ടോ അതവർക്ക് പ്രശ്നമല്ല. അവിടെയാണ് മാതൃസ്നേഹം. വെറുതെ അല്ല മാതൃദേവോ ഭവ എന്ന് പറഞ്ഞത്. ഈ ലോകത്ത് കൺകണ്ട ദൈവങ്ങൾ 3 ആളാ. ഒന്ന് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. അപ്പോൾ അമ്മ, അച്ഛൻ, ഗുരുനാഥൻ, ആ 3 ആളിലും ഈശ്വരീയത കാണാത്തവൻ വെങ്കടാചലപതിക്ക് 50 കോടിയുടെ 500 കോടിയുടെ രത്ന കിരീടം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. സ്വന്തം അമ്മയെ, അച്ഛനെ, ഗുരുവിനെ. അതാണ് അലിഞ്ഞു ചെന്ന അമ്മയെടുത്തുടൻ പൊൻകിടാവിനെ തൻ മടിയിൽ കരേറ്റി മുഖത്തു കാട്ടും പനനീരിളം കൈ.
അപ്പോൾ കുട്ടികളെ എടുത്താൽ മുല കൊടുക്കാൻ വേണ്ടി എടുത്താൽ കുട്ടികൾ ആദ്യം എന്താ ചെയ്യുക, അമ്മയുടെ താടിക്കൊന്ന് പിടിക്കും, അമ്മയുടെ കവിളത്ത് ഒന്ന് തലോടും. അതാണ് തേടി. അപ്പോൾ പറഞ്ഞു മുഖത്തു കാട്ടും പനിനീരളം കൈ മുകർന്ന് കൊണ്ടേ മുലയേകിമില്ലേ ചിലമ്പണിഞ്ഞീടിന കാലും ആട്ടിച്ചിരിച്ചു കൊണ്ടങ്ങിനെ കോമളാങ്കൻ. കുട്ടികൾ മുല കൊടുക്കുമ്പോൾ കാലാട്ട്, അതൊരു രസമാണ്, പാല് കുടിക്കണേൻ്റെ ഒരു രസാനുഭൂതിയാണ്. ചിലമ്പണിഞ്ഞീടിന കാലും ആട്ടിച്ചിരിച്ചു കൊണ്ടങ്ങിനെ കോമളാങ്കൻ, കോമളമായ അംഗങ്ങളോട് കൂടിയവൻ. എണീക്കുവാൻ തന്നെ വിടാകയോമൽ കിടാവിനോടമ്മ ഈ വണ്ണമോദി. ഈ യശോദമ്മനെ ഇരുന്ന ദിക്കിൽ നിന്ന് എണീക്കാൻ സമ്മതിക്കലെന്ന് പറഞ്ഞാൽ മുലകുടി മാറ്റിയാലല്ലേ എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലമ്പണിഞ്ഞീടിന കാലും ആട്ടിച്ചിരിച്ചു കൊണ്ടങ്ങിനെ കോമളാങ്കൻ എണീക്കുവാൻ തന്നെ വിടാക ഓമൽ കിടാവിനോടമ്മ ഈ വണ്ണമോദി. എന്താ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞത് യശോദമ്മ? ഈ മട്ടിരുന്നാൽ മതിയോ മോനെ, ഇങ്ങനൊക്കെ ഇരുന്നാൽ മതിയോ? കിടാങ്ങൾ കളിക്കുവാൻ വന്നു വിളിക്കും മുമ്പോ ഇപ്പോൾ നിന്നെ ഇപ്പോൾ കുട്ടികൾ വന്ന് വിളിക്കും കളിക്കാൻ വാന്ന്. അപ്പം ഇങ്ങനെ മുല കൊണ്ടിട്ട് ഇരുന്നാൽ മതിയോ? നമുക്ക് കളിക്കാൻ പോണ്ടേ? ഈ മട്ടിരുന്നാൽ മതിയോ? കിടാങ്ങൾ കളിക്കുവാൻ വന്നു വിളിക്കും ഇപ്പോൾ. എണീക്കടോ നിന്നുടെ നന്ദിനിക്കു വിശക്കും അമ്മയ്ക്കു കറന്നിടേണ്ടേ. നിൻ്റെ നന്ദിനി പശുവിന് വിശക്കനുണ്ടാവും, കുറച്ച് പുല്ലോ വെക്കോലോ ഇട്ട് കൊടുക്കട്ടെ, അവളെ കറന്നിട്ട് വേണ്ടേ മോനെ നമുക്ക് പാല് തരാൻ. ഈ പാല് കൊണ്ടൊന്നും നീ നിൽക്കില്ലല്ലോ, നിനക്ക് പാല് വേണം, തൈര് വേണം, വെണ്ണ വേണം, നിനക്ക് മാത്രം മതിയോ? വരുന്നവർക്കൊക്കെ നീ വീതിച്ചു കൊടുക്കും. ഇവിടെ കാണുന്ന പൂച്ചക്കുട്ടികൾക്കും കുരങ്ങന്മാർക്കൊക്കെ നീ പിന്നെ വീതിച്ചു കൊടുക്കണം ഞാൻ കാണുന്നുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ കഥ? എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നാണ് യശോദമ്മ ചോദിക്കണത്. മണിച്ചിലമ്പൊച്ച നുകർന്നു പൈക്കൾ മുട്ടിത്തുടങ്ങുന്നു തുഴത്തുവാതിൽ. പൈക്കൾക്ക് തിന്നാൻ പോകണം, പുല്ല് തിന്നാൻ പോകണം. അപ്പോൾ മണിച്ചിലമ്പൊച്ച നുകർന്ന് ഈ കുട്ടി ഉണർന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ കണ്ണനെ കാണണം, കണ്ണനെ ഒന്ന് മുട്ടി ഉരുമണം, കണ്ണനെ ഒന്ന് നക്കി തോർത്തണം. മണിച്ചിലമ്പൊച്ച നുകർന്ന് പൈക്കൾ മുട്ടിത്തുടങ്ങുന്നു തൊഴുത്തുവാതിൽ. തൊഴുത്തിൻ്റെ വാതിലുമ്പിൽ മുട്ടുക, എന്നൊന്ന് പുറത്തേക്ക് ആക്കൂ, ഞാൻ ഭഗവാനൊന്ന് കാണട്ടെ. ഗോപാലകന്മാരവരെ തുറന്നു വെള്ളം കൊടുത്തമ്പുടു കെട്ടി വേഗം. അപ്പോൾ ഗോപാലന്മാർ, ഗോക്കളെ പരിപാലിക്കുന്നവർ, അല്ലെങ്കിൽ ഗോപസ്ത്രീകളുടെ ആൾക്കാർ, അങ്ങനെയൊക്കെ പറയാം. ഗോകുലത്തിലത്തെ ഗോപന്മാരെന്ന് പറയാം. അവിടെ ബാല്യക്കാരൊന്നുമില്ല. ഗോപാലകന്മാരവയെ തുറന്നു വെള്ളം കൊടുത്തു അമ്പോടു കെട്ടി വേഗം. ഗോദാവരി പയ്യന്നു കഞ്ഞി കാട്ടി. ഗോദാവരി എന്ന് പേരുള്ളൊരു പയ്യുണ്ടതിൽ. അപ്പം ആദ്യം നന്ദിനി എന്നൊരു പശുവിൻ്റെ പേര് യശോദമ്മ പറഞ്ഞു. ഗോദാവരി പയ്യനു കഞ്ഞി കാട്ടി കറക്കുവാനമ്മ തുനിഞ്ഞിടുമ്പോൾ പൊൻകിണ്ണവും കൊണ്ടു ചിരിച്ചലിഞ്ഞു മുമ്പിൽ പുറപ്പെട്ടു മനോഹരാങ്കൻ. ഇവിടെ മുല കുടിച്ചതൊന്നും പോരാ, ഇനി ഗോദാവരി പയ്യനെ അമ്മ കറക്കുമ്പോൾ അതിൽ ആദ്യത്തെ കുറച്ച് പാല് ഒരു പൊൻപാത്രത്തിൽ അദ്ദേഹത്തിനുള്ളതാണ്. ആർക്ക്? ഭഗവാന്. മനസ്സിലായോ? ഗോദാവരി പയ്യനു കഞ്ഞി കാട്ടി കറക്കുവാനമ്മ തുനിഞ്ഞിടുമ്പോൾ പൊൻകിണ്ണവും കൊണ്ടു ചിരിച്ചലിഞ്ഞു മുമ്പിൽ പുറപ്പെട്ടു മനോഹരാങ്കൻ. അടുത്തത് 7ാമത്തെ ശ്ലോകം പറയണു. പൈക്കുട്ടിയെ കൊച്ചുകരങ്ങൾ കൊണ്ടു പിടിച്ചു. ആര്? കണ്ണൻ. പൈക്കുട്ടിയെ കൊച്ചുകരങ്ങൾ കൊണ്ടു പിടിച്ചു നിൽക്കുന്നു തെളിഞ്ഞു മുമ്പിൽ. വലിയ ആളുടെ ഭാവത്തിലാ. ഞാനില്ലെങ്കിൽ അമ്മ എങ്ങനെ പശുവിനെ കറക്കുക? കുട്ടീനെ ഞാനല്ലേ പിടിച്ചിരുന്നത്, എന്തിനാ അമ്മ പേടിക്കണത്? തൻ തള്ളയെ കൊണ്ടവൾ തൻ പുറത്തു നക്കിച്ചു കൊണ്ടേ നളിനായ ദാക്ഷൻ. അപ്പോൾ പശുക്കുട്ടികൾക്ക് ഏറ്റവും വാത്സല്യം തോന്നുന്ന ഒരു ഭാഗമാണ് തൻ്റെ തള്ളപ്പശു തന്നെ നക്കി തോർത്തു. അയ്യോ, അത് വല്ലാത്തൊരു അനുഭവമാണ്. അതിന് പക്കത്തിലാണ് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ 2 ദയാദാക്ഷിണ്യ. ഒന്ന്, അമ്മയ്ക്ക് പശുവിനെ കറക്കാൻ കുട്ടീനെ പിടിച്ചു നിൽക്കുന്ന പിന്നെ ഉണ്ണിക്കണ്ണൻ. പിന്നൊന്ന് എന്താണെന്നാ പറയുക, ഗോദാവരി പയ്യൻ്റെ പൈക്കുട്ടീനെ
ഗോദാവരി പൈന് നക്കി തോർത്താൻ ഉള്ള സൗകര്യത്തിന് പിടിച്ചു നിൽക്കുന്ന കണ്ണനെ. അതിൻ്റെ ഒരു രസാനുഭൂതി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ പറഞ്ഞു, അപ്പോൾ തൻ തള്ളയെ കൊണ്ടവൾ തൻ പുറത്തു നക്കിച്ചു കൊണ്ടേ നളിനായ ദാക്ഷൻ നൽകിയിടിനാൾ അമ്മ കറന്നിടുമ്പോൾ നൽകിയിടിനാൾ അമ്മ കറന്നിടുമ്പോൾ ഇടയ്ക്കു തൻ കുഞ്ഞിനും കുഞ്ഞിനും അന്നറുംപാൽ. കൂട്ടക്ഷരാണ്, വായിക്കാൻ രണ്ടാമത് വായിച്ചപ്പോഴേ ശരിയുള്ളൂ. എന്താ കുഞ്ഞിനും കുഞ്ഞിനും ആ നറും രണ്ട് കൂട്ടക്ഷര വന്നത്. കുഞ്ഞിനുമന്നറും. അപ്പം എന്താ വായിക്കുക? നൽകിയിടിനാളമ്മ കറന്നിടുമ്പോൾ ഇടയ്ക്കതൻ കുഞ്ഞിനും ആ നറുംപാൽ. എന്താ വൈദഗ്ധ്യം, ഭാഷാ കൗതുകം. ആ നറുംപാൽ അതിൻ്റെ സന്തോഷം അകക്കുരുന്നിലൊതുങ്ങിടാതെ അച്ഛനോടോതിയിടുന്നു. അച്ഛാ ഇന്ന് അമ്മ എനിക്ക് സാധാരണ പോലെ പാല് തന്നില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതും അതിൽ സന്തുഷ്ടനായിട്ട് അച്ഛനോട് ഒരു നന്ദി പ്രകടനം, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൗതൂഹലം ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ പെരുമാറണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉടുത്ത പൂഞ്ചേല പിടിച്ചുകൊണ്ട് യശോദമ്മയുടെ സാരി തുമ്പ് വിടുന്നില്ല. ഉടുത്ത പൂഞ്ചേല പിടിച്ചുകൊണ്ടു യശോദ തൻ കൂടെ നടക്കും ഉണ്ണി. ഇപ്പം പാലല്ലേ കിട്ടിയുള്ളൂ അമ്മേ, ഇനി കുറച്ച് വെണ്ണ വേണ്ടേ? ഇങ്ങനെയാണ്. ഉടുത്ത പൂലേഞ്ച പിടിച്ചുകൊണ്ടു യശോദ തൻ കൂടെ നടക്കും ഉണ്ണി. തൊഴുത്തിലേക്കും പുഴയിങ്കലേക്കും കോലായിലേക്കും മണിമച്ചിലേക്കും. മച്ചെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയല്ല, അത് മച്ചിലെ വാതിലിനും മണിയൊക്കെ ഉണ്ടാവും. മണിമച്ചിലേക്കും ചിരിച്ചു കൊണ്ടന്നൊരു നാൾ പതുക്കെ ചോദിക്കയാം വാർമുകിൽ വർണ്ണനുണ്ണി. ഒരു ദിവസം യശോദ അമ്മയോട് എന്തോ ഒരു പ്രധാന കാര്യം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ചിരിച്ചു കൊണ്ടന്നൊരു നാൾ പതുക്കെ ചോദിക്കയാം വാർമുകിൽ വർണ്ണനുണ്ണി. വാരാന്തതൻ മുക്കിലിരുമ്പ് വെട്ടി മികച്ചതായി കണ്ടുടനെന്തിതമ്മേ. വരാന്തതൻ മുക്കിൽ, വരാന്തയുടെ ഒരു മുക്കിൽ ഒരു ഇരുമ്പ് പെട്ടി മികച്ചതായി നന്നായിട്ട് പൊടിയൊക്കെ തുടച്ച് വൃത്തിയായിട്ട് വെക്കുന്ന ഒരു പെട്ടി കണ്ടു. ഇതിലെന്താ അമ്മേ? ആ കൗതൂഹലം എന്താണ് അടച്ചു വെച്ചിട്ടുള്ളത് എന്നറിയാനുള്ള താല്പര്യം അതാണ്. ചിരിച്ചുകൊണ്ട് ഒരു നാൾ പതുക്കെ ചോദിക്കയാം വാർമുകിൽ വർണ്ണനുണ്ണി. വരാന്തതൻ മുക്കിലിരുമ്പ് പെട്ടി മികച്ചതായി കണ്ടുടന് എന്തിതമ്മേ. കാട്ടിയിടിനാൾ കാർമുകിൽ വർണ്ണനുണ്ണിക്ക് ആനന്ദമുൾത്തിങ്ങുവതൊന്നു കാൺമാൻ. ഇപ്പം നീയെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞാലേ ശാന്താവുള്ളൂ. ഞാൻ കാട്ടിത്തരാം. അതിൽ നിന്ന് നടക്കുണ്ടാവുന്ന സന്തോഷം ഞാനും അനുഭവിക്കട്ടെ. അതാണ് ചോദ്യത്തിന് ഉത്തരം. കാട്ടിയിടിനാൾ കാർമുകിൽ വർണ്ണനുണ്ണിക്ക് ആനന്ദമുൾത്തിങ്ങുവതൊന്ന് കാൺമാൻ. തുറന്നു വേഗത്തിൽ വിലപിടിച്ചോരനർഘരത്നാഭരണങ്ങളെല്ലാം. യശോദമ്മയുടെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ, രത്നാഭരണങ്ങളാണ് ഇരുമ്പ് പെട്ടിയിലുള്ളത്. ആലോചിക്കണം. അപ്പോൾ യശോദമ്മ എന്താ മനസ്സിലാക്കിയത്? ഇതൊക്കെ കണ്ടാൽ ഇദ്ദേഹം കണ്ണു തുറക്കുന്ന അദ്ദേഹം ആരാ? സർവജ്ഞ, സർവേശ്വര, സർവവ്യാപി, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകനായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. നമ്മൾ ശരാശരി 10, 50, 60 കൊല്ലത്തിന് സൂക്ഷിപ്പുകാരാണ് എല്ലാറ്റിൻ്റെയും. ഇപ്പോൾ എത്ര ഏക്കറുണ്ട്? 3 സെൻറ്റേ ഉള്ളൂ. 30 ഏക്കറാണോ, 300 ഏക്കറാണോ, 3000 ഏക്കറാണോ? അതൊന്നൊരു പ്രശ്നമല്ല. ഉടമസ്ഥാവകാശം നമ്മൾക്ക് പേരിന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണില്ല. എങ്ങനെയായാലും മരിച്ചതിന് ശേഷം നമ്മളെപ്പറ്റി നന്മ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ കടങ്കഥകളായിട്ട് മാറും. അപ്പോൾ ഇവിടെ
തുറന്നു വേഗത്തിൽ വിലപിടിച്ചോരനർഘരത്നാഭരണങ്ങളെല്ലാം ഉത്സാഹമുൾത്തിങ്ങിയതിൽ പലതും മാറത്തു വെച്ചും കുളിർ കയ്യിലിട്ടും. ചില വളകൾ കയ്യിലിട്ട് നോക്കുന്നുണ്ട്, രത്നാഭരണങ്ങൾ മാറത്ത് വെച്ച് നോക്കുന്നുണ്ട്. ആസിഫ് ഒരു പെൺകുട്ടിയാണ് എന്നുള്ള നിലയിൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? പെൺകുട്ടികളൊക്കെയാണല്ലോ സാധാരണ ആഭരണത്തിൽ താല്പര്യം. പക്ഷെ ഭഗവാൻ ഒട്ടും മോശമില്ല. കാരണം എന്താ, ഭഗവാൻ ഭക്തന്മാരുടെ ആനന്ദാനുഭൂതി വർദ്ധിക്കുന്ന രീതിയിൽ അലങ്കാരപ്രിയനാണ്. എത്രത്തോളം ഭഗവാന് കേശാദിപാദം പാദാദികേശം അലങ്കാരങ്ങൾ ചെയ്യാൻ പറ്റുമോ അതാണ് കേമത്തരം. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അമ്പലത്തിൽ അതായത് ഒരു 67 വയസ്സ് മുന്നേ, കൊല്ലം മുന്നേ, ഇപ്പോഴത്തെ 72ലേക്ക് പഠിക്കുമ്പോൾ എനിക്കൊരു 5-7 വയസ്സാകുമ്പോഴൊക്കെ ഒരാഭരണപ്പെട്ടി ഗുരുവായൂരപ്പന് ചന്ദനം ചാർത്ത് നടക്കുന്ന ദിവസങ്ങളിൽ സ്വർണത്തിൻ്റെ റോഡക്കുഴൽ, 2-3 ഗോപിക്കുറികൾ, അതേമാതിരി അരഞ്ഞാണം, അതേമാതിരി മാറത്ത് ഒരു കുടുക്കി കെട്ടണത്, ഇങ്ങനെ വളമാതിരി ഉണ്ടാവും. അതൊരു സ്പ്രിങ് ആക്ഷനാണ്. അത് വെച്ച് കഴുത്തിൽ ഇങ്ങനെ തള്ളി വെച്ചാൽ അത് ഒരാഭരണമാണ്. ഈ സ്ത്രീകളെ വളക്കത്താലി എന്നൊക്കെ പറഞ്ഞ മാതിരി അതൊക്കെ അച്ഛൻ ഒരാളെന്നുള്ള എന്നുള്ള നിലയ്ക്ക് അച്ഛനാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ എനിക്കൊരു 8-9 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഞാൻ എടുത്തു കൊടുക്കാൻ തുടങ്ങി. എടുത്തു കൊടുക്കുമ്പോൾ പൂജാരി വന്നിട്ട് ചോദിക്കും ആഭരണം. അപ്പം നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കണം, ഇതിൽ ഇന്നതൊക്കെ ഉണ്ട്. അതേമാതിരി പൂജാരി 8 മണിക്ക് അത്താഴപൂജ കഴിഞ്ഞ് ഈ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ഈ ആഭരണപ്പെട്ടിയിലാക്കി കൊണ്ടു തരും. അപ്പോൾ നമ്മൾ അദ്ദേഹം തുറന്ന് കാണിച്ചു തരും, തന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഭാവം, ഭഗവാന്റെ കസ്റ്റോഡിയനാണ് നമ്മൾ. താൽക്കാലികമാണെങ്കിലും ഭഗവാന്റെ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ, അതെടുത്തു കൊടുക്കാൻ, അത് സ്വീകരിച്ച് അച്ഛൻ്റെ മേശയിൽ വയ്ക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടാവുക. അതൊക്കെ 73 ജൂൺ 13 ലെഡ്ജറിൽ എഴുതി 1, 2, 3 ഗോപിക്കുറി ഇത്ര എന്നൊക്കെ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്നൊരു സംതൃപ്തി ഒന്നും നാശം വരുത്താതെ കണ്ട്, ഒന്നും സ്വാർത്ഥലാഭത്തിന് വേണ്ടി സൂക്ഷിച്ച് വെക്കാതെ കണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒറിജിനൽ ട്രസ്റ്റിഷിപ്പിൽ ഈ ആഭരണങ്ങളൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അടിച്ചു മാറ്റാം. എന്തിനത്? ആരുടെ ആഭരണങ്ങൾ നമ്മൾ അടിച്ചു മാറ്റണത്? ഇന്ന് എനിക്ക് ഗർവോടുകൂടി പറയാം, എൻ്റെ വീഴ്ചകളൊക്കെ ഭഗവാൻ താങ്ങിയിട്ടുണ്ട്. അതാണ് സത്യം. എന്തെല്ലാം തരത്തിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു 4.5 കൊല്ലമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്നെ പിടിച്ചിരുത്തി എന്നെ കൊണ്ട് എന്തൊക്കെ പറയിപ്പിക്കണു അദ്ദേഹം. അതിന് ഞാൻ അദ്ദേഹത്തിനെ ദിവസം പ്രതി 1000 നമസ്കരിച്ചാലും പോരാ. ഈ അനന്തകോടി നമസ്കാരം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് സംതൃപ്തി കമ്മിയായേനെ. എന്താ പറയാൻ കാരണം? ഓരോ നല്ല കാര്യങ്ങൾ സംഭവിക്കണം. ഭഗവാനെ അനന്തകോടി നമസ്കാരം, ഭഗവാനെ അനന്തകോടി നമസ്കാരം. ഈ ചാരിതാർത്ഥ്യം എന്നുള്ളതാണ് കണ്ടൻമെൻറ്റ്, സംതൃപ്തി ജീവിതത്തിൽ. എത്രയോ മുമ്പ് കഴിഞ്ഞു പോയൊരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ വികാരം കൊള്ളല്ല, വിചാരം കൊണ്ട് ഭഗവാനോടുള്ള അടുപ്പം ഞാൻ നിങ്ങളെ ഓരോരുത്തരും അറിയിക്കാം. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഒരാളെക്കാൾ ജാസ്തി ഞാനാണ് ഇത് എൻജോയ് ചെയ്യണത്. അതാണ് എൻ്റെ സത്യം. കാരണം ഡെപ്ത്, എനിക്ക് എന്ത് ഡെപ്ത് ഉണ്ട് ഇതിൽ. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? ഉത്സാഹമുൾ തിങ്ങിയതിൽ പലതും മാറത്തു വെച്ചും കുളിർ കയ്യിലിട്ടും ഓരോന്നും എടുത്തെടുത്തു നോക്കി തുടങ്ങി ഭുവനേകനാഥൻ. അപ്പോൾ ആ ഭുവനേകനാഥനായിരിക്കുന്ന പരമ്പൊരുള് തൻ്റെ അമ്മയുടെ കസ്റ്റഡിയിലുള്ള ആഭരണപ്പെട്ടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഓരോന്നെടുത്ത് കയ്യിലിടേണ്ടത് കയ്യിലിട്ടും മാറത്ത് വെച്ച് നോക്കേണ്ടത് മാറത്ത് വെച്ച് നോക്കിയും
സന്തോഷഭരിതനായി തൻ്റെ അമ്മയെ സന്തോഷിപ്പിച്ചു, യശോദ അമ്മയെ സന്തോഷിപ്പിച്ചു എന്നായി. അപ്പോൾ അവർ കവി തന്നെ പറഞ്ഞു, ആരാ ഭഗവാൻ? ഭുവനേകനാഥൻ. ഭുവനത്തിന് ഒരു നാഥനേ ഉള്ളൂ. നമ്മൾ പലരും അത് പട്ടയം വാങ്ങിയിട്ട് എൻ്റെയാണെന്ന് പറയാമെന്നല്ലാണ്ട് ഈ ശ്വാസം പോയാൽ ആരുടെയും അല്ല, ഒക്കെ ഭഗവാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പൊൻകിങ്ങിണി കോഴകൾ മുത്തുമാല, എന്തൊക്കെയാണ് ആ പെട്ടിയിൽ കണ്ടത്? പൊൻകിങ്ങിണി കോഴകൾ മുത്തുമാല പൂത്താലി. ഈ പൂത്താലി എന്നാണ് ഈ കുടുക്കി കെട്ടുന്നത്. പൂത്താലി പത്താക്ക് എന്ന് പറഞ്ഞാൽ പതക്കം, മണിപ്പതക്കം ഏലസ് അരഞ്ഞാൻ അവിൽമാല, ഗോതമ്പ് മാല, കാശിമാല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതങ്ങനെയല്ല, അവിൽമാല, അവിലിൻ്റെ അതിർത്തിയിൽ ഇങ്ങനെ കനമില്ലാതെ ഉണ്ട്. അവിൽമാല, കമ്മൽ, ഓഢ്യാണം. ഓഢ്യാണം എന്ന് പറഞ്ഞാൽ എന്താ? ഓഢ്യാണം എന്ന് പറഞ്ഞാൽ സാധാരണ ആൺകുട്ടികൾക്കല്ല, പെൺകുട്ടികൾക്കാണ് ഓഢ്യാണം കിട്ടുക. എന്ന് പറഞ്ഞാൽ ആഢ്യൻ്റെ ആകൃതിയിൽ പഞ്ചലോഹം കൊണ്ടോ സ്വർണം കൊണ്ടോ പണ്ടത്തെ കാലത്ത് ഓഢ്യാണം അത് കെട്ടിയിട്ടാണ് പെൺകുട്ടികൾ നടക്കുക. ആലോചിച്ച് നോക്കണം ഒരു കാലം. ശമുക്കാലം പഞ്ചലോഹം ആവും. കാരണം ഈ സ്വർണം അസ്ഥാനത്ത് കെട്ടാൻ പാടില്ല, നാണം മറയ്ക്കാനാണെങ്കിലും ശൗചം വേണ്ടതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഓഢ്യാനം, അവിൽമാല, കമ്മൽ, ഓഢ്യാനം, ഈ മട്ടൊരു 100 കൂട്ടം. എത്ര? 100 കൂട്ടം. ചിലതിൻ്റെ പേരേ പറഞ്ഞുള്ളൂ. മാണിക്യ, ഗോമേതക, പുഷ്യരാഗ, വൈഡൂര്യ വൈരാദികൾ മിന്നി. ഒരുപാട് നവരത്നങ്ങളുള്ള മാലകളുണ്ട്. മാണിക്യുണ്ട്, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, വൈരങ്ങൾ മിന്നി. അതൊക്കെയും കണ്ട് അകതാരിൽ ആത്മാരാമൻ പകച്ചമ്പൊടി വണ്ണമോദി. ആ ഒരു വാക്ക് ആത്മാരാമൻ, ആത്മാവിൽ രമിക്കുന്നവന് ഇതിനൊന്നും ഭ്രമമില്ല. പക്ഷേ അമ്മയുടെ സന്തോഷത്തിന് അത്ഭുതം കൂറുന്ന പോലെ നടിച്ചു ഭഗവാൻ. അപ്പോൾ എത്ര വയസ്സ്? ഒരു 3-4 വയസ്സ്. ആലോചിച്ചു നോക്കൂ. അപ്പോൾ മാണിക്യ ഗോമേതക നമ്മുടെ ഗോമോദകം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം നല്ല ഭാഷ ഗോമേതകം എന്നാവും, നമ്മുടെ ഭാഷയാണല്ലോ മോശമാവുക. ഗോമേതക, പുഷ്യരാഗ, വൈഢൂര്യ വൈരാദികൾ മിന്നി. അതൊക്കെയും കണ്ട് അകതാരിൽ ആത്മാരാമൻ പകച്ചമ്പോടി വണ്ണമോദി. എന്താ പറഞ്ഞത്? തിളങ്ങും ഈ മട്ടഴും എത്ര രത്നങ്ങളുണ്ട് ഓർക്കുകിൽ നിൻ്റെ കയ്യിൽ. അത് യശോദമ്മയെ കൊണ്ട് നീയാണ് എൻ്റെ എല്ലാം എന്ന് പറയിപ്പിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഭഗവാൻ എടുക്കണമെന്ന് എനിക്ക് തോന്നണത്. ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ, വി വിൽ സീ. എന്താ പറഞ്ഞത്? തിളങ്ങും ഈ മട്ടഴും എത്ര രത്നങ്ങളുണ്ട് ഓർക്കുകിൽ നിൻ്റെ കയ്യിൽ. അമ്മയുടെ കസ്റ്റഡിയിൽ എത്രയുണ്ട്? ചേലേന്തും ഈ വണ്ണം ഇതൊക്കെ മർത്യനുണ്ടാക്കിടും ചെയ്യുമോ നീ ചെയ്യുമോൻ ഈ മട്ടുര ചെയ്യുമോൻ നീ ജഗത്തിലെങ്ങോ വിളയുന്നതല്ലാതൊരാളും ഉണ്ടാക്കുവതല്ല കുഞ്ഞേ. അമ്മയുടെ കയ്യിൽ എങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായത്? അപ്പോൾ എന്താ? ചേലേന്തും ഈ വണ്ണം ഇതൊക്കെ മർത്യനുണ്ടാക്കിയിടും മട്ടുര ചെയ്യുമോ. ഇത് ഉണ്ടാക്കുന്ന രീതി നീ ഒന്ന് പറയുമോ? എങ്ങനെയാണ് ഇതൊക്കെ കയ്യിൽ വരുന്നത്? എനിക്ക് ഇപ്പോഴാണ് ആ വാക്കുകൾ ശരിക്കും കിട്ടിയുള്ളൂ. എന്താണ്? ഉണ്ടാക്കിയിടും മട്ടുര ചെയ്യുമോ നീ. കൂട്ടക്ഷരാണ്. അപ്പോൾ എവിടെ നിർത്തണം? ബെല്ലുബ്രേക്ക് എവിടെയാ? നമ്മുടെ കയ്യിൽ വേണം. അതിനാണ് ഭഗവാനെ പിന്നെയും നമസ്കരിക്കുന്നത്. ജഗത്തിലെങ്ങോ വിളയുന്നതല്ലാതെ ഈ രത്നങ്ങൾ പർവ്വതങ്ങളിൽ നിന്ന് കിട്ടും. അതിനെ ഉരച്ച് നേരാക്കണം. റഫ് സ്റ്റോൺ ആയിരിക്കും. അത് വൈരം മുറിക്കുന്നവർക്ക്, വൈരം കട്ട് ചെയ്യണവർക്ക് അറിയുള്ളൂ അതെങ്ങനെ കട്ട് ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിന് ക്യാരറ്റ് നിശ്ചയിക്കാൻ അവരുടെ മെഷീൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് വൈദഗ്ധ്യം ഉണ്ട്. ജഗത്തിലെങ്ങോ വിളയുന്നതല്ല അതൊരാളും ഉണ്ടാക്കുവതല്ല കുഞ്ഞേ.
തപസ്സു ചെയ്തിടുകയാണിതെല്ലാം എന്നോ മനപ്പൈതലണിഞ്ഞു കാൺമാൻ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, എൻ്റെ ഓമൽ കുഞ്ഞെ, നീയെ ഇതൊക്കെ അണിഞ്ഞു കാണാൻ വേണ്ടി ഞാൻ ഇതൊക്കെ കരുതി കൂട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കസ്റ്റഡിയിലുള്ള എല്ലാ വിഭവങ്ങളും ഭഗവാനെ അണിയിക്കാനാണ്, അല്ലെങ്കിൽ അത് അണിയിക്കുന്നവർ ഭഗവാനാണ്. അപ്പോൾ അത് മകൾ വേറെ മരുമകൾ വേറെ വരാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യശോദമ്മേനെ നമുക്ക് 100% സല്യൂട്ട് ചെയ്യണം. കാരണം എന്താ, ജഗത്തിലെങ്ങോ വിളയുന്നതല്ല, അതൊരാളും ഉണ്ടാക്കുവതല്ല കുഞ്ഞേ, തപസ്സു ചെയ്തിടുകയാണിതെല്ലാം. ഈ ഇരുമ്പ് വെട്ടിയിലിരുന്നിട്ട് ഇവർ തപസ് ചെയ്യാണ്. ഭൂലോകനാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ അംഗപ്രത്യംഗങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശോഭ കിട്ടാൻ വേണ്ടി ശ്രീകൃഷ്ണൻ്റെ അംഗപ്രത്യംഗങ്ങളിൽ ഞങ്ങൾക്ക് ധാരണ ചെയ്യണം. ഞങ്ങളുടെ പ്രഭ ഭഗവാൻ ആവശ്യമില്ല, ഭഗവാന്റെ പ്രഭ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണ്. ഇത് എൻ്റെ ഭാഷയാണ്, അതാണ് സത്യം. തപസ്സു ചെയ്തിടുകയാണിതെല്ലാം എന്നോ മനപ്പൈതലണിഞ്ഞു കാൺമാൻ. പണ്ടത്തേതാണീ വളയോർത്തു കാൺകിലുണ്ടാവുകില്ല ഇത്തരം ഇന്നൊരേടം. അത് ശരിയാണ്. ഈ വളയുണ്ടല്ലോ കുഞ്ഞെ, പണ്ടത്തെയാണ്. ഇന്നത്തെ കാലത്ത് ഈ വള പണി ചെയ്യണവരില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളെ പറ്റിക്കാൻ ഈ ഗോൾഡ് വ്യാപാരം ചെയ്യുന്നവർ പരസ്യം കാണിക്കും. ഓൾഡ് ഗോൾഡ് ഈസ് ടേക്കൺ ബാക്ക്. എന്തിന്? അതാണ് നല്ല വർക്ക്. അതിൽ നിന്നാണ് അവർ പലതും നല്ല പണികൾ പഠിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ഗുഡ് ഫോർ, ഇന്നത്തെ കാലത്ത് ഇതിന് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മളത് കൊടുക്കും. അതല്ല ശരി. അപ്പോൾ ഇതൊക്കെ 8, 10, 12 വയസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വർണം ഉരുക്കാൻ പാടില്ല. കാരണം എന്താ, അതിൻ്റെ മാറ്റ് കമ്മിയാവും. പിന്നെ കൂലി വേസ്റ്റ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വർണം ആസ് ആൻ അസറ്റ് വാങ്ങി വയ്ക്കാം, ആഭരണമാക്കരുത്. ആഭരണമാക്കിയാൽ പണിക്കൂലിയൊന്നും നമുക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. എന്തോട്ടെ. അപ്പോൾ പണ്ടത്തേതാണ് ഈ വളയോർത്തു കാണിക്കലുണ്ടാവുകയില്ല ഇത്തരം ഇന്നൊരേടം. ഒരു സ്ഥലത്തും ഇതുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. രാമായണം കൊത്തിയതായി തിങ്കൽ കാണാം കാലഭംഗി തികഞ്ഞ വണ്ണം. കൂട്ടക്ഷരാണ്, ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അടുത്ത വാക്ക് കിട്ടിയുടെ വാക്കുള്ളൂ എന്നായി. എന്താ പറഞ്ഞത്? രാമായണം കൊത്തിയതാണ് ഇതിങ്കൽ. നോക്കൂ, ത്രേതായുഗത്തിൽ കഴിഞ്ഞ കാര്യമാണ് ഈ സ്വർണ്ണമാലയിൽ കൊത്തിയിട്ടുള്ളത്. അത് ത്രേതായുഗത്തിലേതാണെന്നല്ല പറഞ്ഞത്, രാമായണം കൊത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഭാഗവതമാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അത് നമ്മൾ സ്വർണത്തിന് ചേല് പോരാ, ആഭരണത്തിന് ചേല് പോരാ എന്ന് പറഞ്ഞിട്ട് രാമായണത്തിന് ഇതിഹാസത്തിനെ മാറ്റി നമ്മൾ പുരാണാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് രാമായണം കൊത്തിയതായിതെങ്കൽ കാണാം കാലഭംഗി തികഞ്ഞ വണ്ണം. ഇതേപോലെ ഒരു പൂർണ്ണാവതാരമാണ് ശ്രീരാമൻ. ഞാനവിടെ ഹരേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീരാമൻ ഈ നിൽപ്പത്, അതാ യശോദ പറഞ്ഞു, ഈ നിൽക്കുന്ന ഉണ്ണി നീ തന്നെയാണ് ശ്രീരാമൻ. അപ്പോൾ വ്യാസരുടെ തൂലിക ചലിച്ച് ആ യശോദമ്മയുടെ ഗാംഭീര്യം, മനോഹാരിത നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് എത്തിക്കുകയാണ്. ശ്രീരാമൻ ഈ നിൽപ്പത് സീതയങ്ങാണം. അപ്പോൾ അപ്പോൾ അമ്മ സീത എവിടെയത്? നല്ല ചോദ്യമല്ലേ? ശ്രീരാമൻ ഈ നിൽപ്പത് കൊമാം സീതയെങ്ങാണമ്മേ മരച്ചോട്ടിലിതാ മറിക്കൂ കുനിഞ്ഞുകൊണ്ടിവിടെയൊന്നു കുത്തി നടന്നിടും പോലെ ഇതാ ഒരുത്തി. അതായത് അവിടെ ഞാൻ ഓ മൈ ഗോഡ് എഴുതിയത്. എന്താ പറയുന്നത്? അപ്പോൾ സീത എങ്ങാണമ്മേ ചോദിച്ചില്ലേ? മരച്ചോട്ടിലിതാം
മരച്ചോട്ടിലിതാ 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 മറിക്കൂ കുനിഞ്ഞുകൊണ്ട് ഈ വടിയൊന്നു കുത്തി നടന്നിടും പോലെ. യശോദമ്മ കാണിച്ചു കൊടുക്കുക. സീത എവിടെ ചോദിച്ചില്ല, ഇതങ്ങനെ വടി കുത്തിയിട്ട് നിൽക്കുന്നതാണ് കൃഷ്ണനോട്. ഇതാ ഒരുത്തി, ഞാനില്ലേ നമുക്ക്. അതാണ് അടുത്തേഷണി കൂട്ടിനാൻ ആടുമുടിച്ചൊരാ അതാണ് അടുത്തേഷണി കൂട്ടി ഏഷണി കൂട്ടി നാടുമുടിച്ചോരാ മന്ധരയെന്ന കൂനി ഇതാരുറക്കത്തിൽ വിളിച്ചുണർത്തി എണീറ്റിടുമ്പോൾ അത് കുംഭകർണൻ. അതായത് യശോദമ്മ രാമായണ കഥയിലെ ഓരോ കഥാപാത്രങ്ങളെ ഭഗവാന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആദ്യം എന്താ പറഞ്ഞത്? വടി കുത്തിയിട്ടതാ പോണു ഒരു കൂനി എന്ന് പറഞ്ഞില്ലേ? അതാണ് അടുത്ത ഏഷണി കൂട്ടി, അതാണ് അടുത്ത ഏഷണി കൂട്ടി നാട് മുടിച്ചോരാ മന്ദര എന്ന കൂനി. ഇതാര് ഉറക്കത്തിൽ വിളിച്ചുണർത്തി എണീറ്റിടിലും പോലതു കുംഭകർണൻ. കാടിൻ പടർപ്പൊന്നുടനുന്തിയുന്തി നീന്തുന്ന പോലാരിതുവാലുമേന്തി. ഹനുമാൻ അതാണു കൈകൂപ്പി ലങ്ക ചുട്ടുപൊട്ടിച്ച വീരാഗ്രണിയാം ഹനുമാൻ. എല്ലാം അന്നത്തെ കാലത്തുള്ള ആൾക്കാരെ ഉദാഹരിച്ചുകൊണ്ട് യശോദമ്മ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ഭഗവാന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ നിൽപ്പിതോ താടിയുമായി രണ്ടും പൈതങ്ങൾ തൻ കൈകൾ പിടിച്ചൊരറ്റം തൊഴും ജന്മമംഗളമാദി കാവ്യം നിർമ്മിച്ച വാൽമീകി മഹർഷി കുഞ്ഞേ. ഇനിയിപ്പോൾ രാമായണം സൃഷ്ടിച്ച വാൽമീകിനെ കാണണ്ടേ? അപ്പോൾ അതാണ് പറഞ്ഞത്. ഈ നിൽപ്പതോ താടിയുമായി രണ്ടു പൈതങ്ങൾ അതായത് ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും കൈ പിടിച്ചിട്ട് ഗോകുലനാഥനായിരിക്കുന്ന എന്താ പറയുക, പേര് വരണില്ല, ഞാൻ തപ്പി നോക്കട്ടെ. ചേടാ നന്ദഗോപുര. ഈ നിൽപ്പതോ താടിയുമായി രണ്ടു പൈതങ്ങൾ തൻ കൈകൾ പിടിച്ചൊരറ്റം തൊഴും ജനമംഗളമാദി കാവ്യം നിർമ്മിച്ച വാൽമീകി മഹർഷി കുഞ്ഞേ. ഇതൊക്കെയും തൻ്റെ യശോദയമ്മ തന്നുള്ളതെന്നോർത്തകതാരിൽ അകതാരലിഞ്ഞ് പൊന്മാലയൊന്നമ്പോടണിഞ്ഞു മറ്റന്നേട്ടന്നുമെന്നോതിയെടുത്തു നാഥൻ. അപ്പോൾ ഇതൊക്കെ തന്നെ നനക്ക് എന്താ പറയുക, പ്രായമാകുമ്പോൾ ഇതൊക്കെ ധരിക്കാനാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ മുമ്പേ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒന്ന് എടുത്തു, ഇതെനിക്കാണ്, ഒന്നിൻ്റെ ഏട്ടനാണ്, കാര്യം കഴിഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ആലോചിക്കാം. അതാണ് അപ്പോൾ ഇതൊക്കെയും തൻ്റെ യശോദയമ്മ തന്നുള്ളതെന്നോർത്തകതാരലിഞ്ഞ് അല്ലേ അമ്മ എനിക്ക് തരികയാണെന്നുള്ള ഭാവത്തിൽ അലിഞ്ഞ് പൊന്മാലയൊന്നമ്പൊടണിഞ്ഞു മറ്റൊന്നേട്ടനുമെന്നോതിയെടുത്തു നാഥൻ. ആര്? ശ്രീകൃഷ്ണൻ നാഥൻ. സന്തോഷമാർന്നാനതു നേരം അച്ഛൻ പൂജിപ്പതാമണിയൊച്ച കേൾക്കെ. അപ്പോഴേക്കും ഇവിടെ നേരം കുറേ എണ്ണി നന്ദഗോപുരുടെ മണിയൊച്ച കേൾക്കുന്നുണ്ട് പൂജ കഴിഞ്ഞിട്ട്. സന്തോഷമാർന്നാനതു നേരം അച്ഛൻ പൂജിപ്പതാമണിയൊച്ച കേൾക്കെ എണീറ്റു പൊൻകിങ്കിണിയും കിലുക്കി ഇറങ്ങിനാൻ കോണി മനോഹരാങ്കൻ. ഇതൊക്കെ മട്ടുപ്പാവിലാണ് നടക്കുന്നത്. വരാന്തയിലൊരു ഭാഗത്ത് പെട്ടി കണ്ടു, പെട്ടി തുറപ്പിച്ചു, കാണിച്ചു, ഒക്കെ കവിഭാവനയാണ് അല്ലേ? അപ്പോൾ കോണി ഇറങ്ങി വന്നു. എന്നാൽ ഇനിയിപ്പോൾ നിവേദിച്ച വെണ്ണ കിട്ടൂലോ എന്നുള്ള രീതിയിൽ സന്തോഷമാർന്നാനതു നേരമച്ചൻ പൂജിപ്പതാമണിയൊച്ച കേൾക്കെ എണീറ്റു പൊൻകിങ്ങിണിയും കിലുക്കി ഇറങ്ങിനാൻ കോണി മനോഹരാങ്കൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ത്രിസർഗഃ
30ാമത്തെ സർഗം അവിടെ അവസാനിച്ചു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.